ADN ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഒന്ന്, നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ കൊടുക്കുന്നതിന്, ആവശ്യമൊക്കെയാണ് എന്ത് ചെയ്യണം നമ്മൾ പ്രധാനമായിട്ടും ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒരു വർഷത്തേതായിരിക്കില്ല പലപ്പോഴും ഉണ്ടാക്കുക. ബാങ്കിലൊക്കെ ആണെങ്കിൽ അവർ ചോദിക്കുക 2 വർഷത്തെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസും വരാനിരിക്കുന്ന 2 വർഷത്തെ പ്രൊജക്റ്റഡും ഈ ഒരു വർഷത്തെ എസ്റ്റിമേറ്റഡും ആണ് ചോദിക്കുക. ഇങ്ങനെയൊക്കെ 4-5 വർഷത്തെയാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് പ്രൊപ്പോസലിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു പ്രൊപ്പോസലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റഡ് അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയുള്ള വർഷത്തെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഒരു വരാനിരിക്കുന്ന വർഷത്തേത് ഒരു ലോണിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ലോൺ പർപ്പസിനാണെങ്കിൽ അപ്പോൾ ലോണിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ എത്രയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് അവർ പറഞ്ഞിട്ടുള്ളത്, പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര വർഷത്തെ പ്രൊജക്റ്റഡ് റിപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതൊരു ടെക്നിക്കൽ ഐഡിയാസ് ഉണ്ട്. അതായത് എങ്ങനെ ചെയ്യണം, അതായത് നമുക്കൊരു മിനിമം സെയിൽ, അതായത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ഒരു മിനിമം സെയിൽ കാണിക്കണം. അതായത് ഒരു 5 ലക്ഷത്തിൻ്റെ ലോണാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ സെയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, 5 ലക്ഷത്തിൻ്റെ ലോൺ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു മിനിമം സെയിൽ അതിൽ കാണിക്കണം, ഒരു മിനിമം സ്റ്റോക്ക് അതിൽ കാണിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യണം. അതെല്ലാം ഒരു സമ്മറൈസ് ചെയ്തിട്ട് ഒരു പേപ്പറും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യും. ഈ ഫിനാൻഷ്യൽസ് പ്ലസ് എന്ത് ചെയ്യണം, ഈ ഒരു പേപ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോൺ നമുക്ക് എന്ത് ചെയ്യാം, പാസ്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് പല ടൈപ്പ് ലോണുകളുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ബാങ്ക് മാനേജർ റേറ്റ് ഏത് ലോണാണ്, ഏതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, നിങ്ങൾ 1-2 ബാങ്കിൽ അന്വേഷിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടുമാണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ അതുള്ളത്, നമുക്കൊരു ലോൺ അപേക്ഷിക്കണം. ഞാൻ പറഞ്ഞു, വെറുതെ ഒരു എമൗണ്ട് സെയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് പാസ്സാവില്ല. ഇപ്പോൾ ലോണിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ എത്രയാണോ ലോൺ എമൗണ്ട് അതിൻ്റെ ഒരു 4 times എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, മിനിമം സെയിൽ ടേൺ ഓവർ കാണിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു എന്ത് ചെയ്യുന്നത് ലോൺ പാസ്സാവുകയുള്ളൂ. അങ്ങനെ 1-2 ടെക്നിക്കൽ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് വേണം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നോർമലി ഇതാണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വരുന്നത്. പിന്നെ ഇനി അതല്ല, ഒരു ബിസിനസ് പ്രൊപ്പോസലിനാണെങ്കിൽ നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ എങ്ങനെയാണ് നിങ്ങളുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യണം, ഡാറ്റ ഉണ്ടാവും, എത്രയാണ് സെയിൽ, എത്രയാണ് പർച്ചേസ്, എത്രയാണ് എക്സ്പെൻസ്, അത് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. ഇനി വരാനിരിക്കുന്നത് എത്ര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു അടുത്ത 2 വർഷത്തിൽ നമ്മൾ എത്ര രൂപയുടെ, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപയുടെ ബിസിനസ് നടക്കും, അങ്ങനെയാണെങ്കിൽ ഇത്ര രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കാണിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മളൊരു പ്രൊപ്പോസൽ ഒരു പാർട്ടിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആവശ്യം വരികയാണെങ്കിൽ, ഒരു ബിസിനസ് പ്രൊപ്പോസലോ അതല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടിയിട്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു മനസ്സിലായിട്ടുണ്ടാവും, ഒരു ബേസിക് ഐഡിയ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. കാരണം ഓരോ ബിസിനസ്സിനും അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയും. അപ്പോൾ ഇനി ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. അതിന് മറ്റു അസിസ്റ്റൻസുകളൊക്കെ ആണെങ്കിൽ, മറ്റു രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.